ശ്രീ ബി ജി വിഷ്ണു, ഇപ്പോൾ ഈ ബോംബ് ആരുണ്ടാക്കി എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ആരോപണങ്ങൾ പലതുണ്ട്. പക്ഷേ ഈ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്വം ഒരു പക്ഷത്തിന് മാത്രമല്ല. അവിടെ എൻ്റെ അറിവിൽ 3 പാർട്ടിക്കാരും ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്. 90കളിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നതായി അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഏതെങ്കിലും ആധികാരിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വസ്തുതയാണ്. ഇപ്പോൾ നിങ്ങളും CPM-ഉം തമ്മിലുള്ള സംഘർഷം ഒട്ടൊന്ന് കുറഞ്ഞു നിൽക്കുന്ന കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് വലിയ അക്രമങ്ങളും വലിയ കൊലപാതകങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. സാധാരണക്കാരായ നിരപരാധികളായ നിഷ്കളങ്കരായ മനുഷ്യർ ബോംബ് അറിയാതെ എടുത്ത് മരിച്ചു പോകുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ കുറ്റമെല്ലാം ഒരു പക്ഷത്താണോ? കേരളത്തിൻ്റെ നാട്ടിൽ കുറേ നാളുകൾക്ക് ശേഷം കേട്ടുകേൾവിയില്ലാത്ത ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഇന്നലെ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. അപ്പോൾ ആ സംഭവത്തിൽ ഗതികെട്ടിട്ടാണ് ഒരു സീന എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി പരസ്യമായി ഒരു പാർട്ടിക്കെതിരെ പൊതുസമൂഹത്തോട് പ്രതികരിക്കാൻ തയ്യാറായത്. സംസാരിക്കുമ്പോൾ തന്നെ അമ്മ വന്ന് തടയുകയായിരുന്നു. കാരണം പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷ്വലുകൾ ഞാൻ വീണ്ടും കണ്ടു. കാര്യം അമ്മ ആ പെൺകുട്ടിയെ തടയുകയാണ്. കാരണം ഇതൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നാളെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഇന്ന് ഈ വൃദ്ധനായ ഇദ്ദേഹത്തിന് ഉണ്ടായത് നാളെ എൻ്റെ വീട്ടിൽ അച്ഛനോ സഹോദരനോ കുഞ്ഞുങ്ങൾക്കോ ഉണ്ടാകുമെന്നൊരു ഭയവുമാണ് അത്തരത്തിലൊരു സഹോദരിയെ പരസ്യമായി ഈ നാട്ടിലെ വലിയൊരു ആൾബലമുള്ള ഒരു പാർട്ടിക്കെതിരെ സംസാരിക്കാൻ തയ്യാറാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കണ്ണൂരിലെ രാഷ്ട്രീയം കലുഷിതമായിരുന്നു. കേരളത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പലപ്പോഴും സംഘർഷത്തിൻ്റെ ഭാഗവത്തായി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമോ തർക്കമോ ഒന്നും ഇല്ല അഭിലാഷേ. പക്ഷേ കണ്ണൂരിലെ രാഷ്ട്രീയത്തെ തണുപ്പിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന അശാന്തിയുടെ രാഷ്ട്രീയത്തെ മാറ്റിക്കൊണ്ട് ഒരു ശാന്തിയുടെ രാഷ്ട്രീയം, നാട്ടിൽ സമാധാനത്തിൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ണൂരിലുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ CPM-ന്റെ കൈപ്പിടിയിൽ നിന്ന് നഷ്ടമാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പരാജയപ്പെട്ടപ്പോൾ അത് കൂടുതൽ മുറുകിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് BJP-യുടെ പ്രവർത്തകന്റെ വീടിന് നേരെ CPM പ്രവർത്തകൻ ഒരു ബോംബെറിഞ്ഞത്. അദ്ദേഹത്തെ മാഹി പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ. ചാലിയ സ്വദേശി അരുണിനെയാണ് അറസ്റ്റ് ചെയ്തത്. അത് CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി പതിഞ്ഞതുകൊണ്ടാണ് പോലീസ് അത്തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്ക് കടന്നത്. കാരണം ഇങ്ങനെ ബോംബുകൾ ഇപ്പോഴും CPM-കാർ നിർമ്മിക്കുന്നുണ്ട്, ആവശ്യാനുസരണം കണ്ണൂരിൽ ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം തന്നെയാണ്. കാരണം രക്തസാക്ഷികളെ അവർ ആരാധിക്കുന്നത് പോലെ തന്നെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രതികൾക്ക് വരെ സ്മാരകമുണ്ടാക്കുകയും അവർക്ക് അവാർഡ് കൊടുത്തും അവരെ ആദരിച്ചും ബഹുമാനിച്ചുമൊക്കെ ഇവരാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ, മാന്യന്മാർ എന്ന് പറഞ്ഞ് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുത്ത് ചെറുപ്പക്കാരെ മുഴുവൻ ആകർഷിക്കപ്പെടാനുള്ള ഒരു സംവിധാനം പാർട്ടി ഗ്രാമങ്ങളിൽ ഒരുക്കുന്നവരാണ് ഇവർ. കൃത്യമായി ഇപ്പോഴും ബോംബിന് പരിശീലനം നൽകുന്നുണ്ട്. ചിലതെല്ലാം കയ്യിൽ നിന്ന് പൊട്ടിത്തെറിക്കുമ്പോഴാണ് പൊതുസമൂഹം തിരിച്ചറിയപ്പെടുന്നത് എന്നുള്ള വസ്തുതാപരമായ യാഥാർത്ഥ്യമുണ്ട്. കണ്ണൂർ രാഷ്ട്രീയത്തെ വീണ്ടും കലുഷിതമാക്കാൻ CPM തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ സംഘടിതമായി ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം CPM-ന്റെ കേന്ദ്രങ്ങളിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായതിനു ശേഷം സംഘടിതമായ ആക്രമണങ്ങൾ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭാഗമായിട്ടുള്ള ബോംബ് നിർമ്മാണം എന്നുള്ളതാണ് BJP-യുടെ ആരോപണം.